മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഇതുപോലത്തെ ഒരു ചോദ്യം 100% ഉറപ്പാണ്. അതായത് ആക്റ്റീവ് പാസീവ് എന്ന് പറഞ്ഞ ഗ്രാമർ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ചോദ്യം വരുമ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചോദ്യം വന്നാലും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ എന്താണ് ഈ ആക്റ്റീവ് പാസീവ് എന്നുള്ളതിന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാം. മക്കളെ, ഒരു സെന്റൻസ് ഞാൻ പറയാണ്. ദ ഡോഗ് ചേസ് ദ കാറ്റ്. ഒരു പട്ടി പൂച്ചേനെ ചേസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ നേരെ തിരിച്ച് ഞാൻ പൂച്ചയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാലോ, ഇത് ഞാൻ ഡോഗ് ചേസ് ദ കാറ്റ് എന്ന് പറയുമ്പോൾ ഡോഗിനെയാണ് ഇവിടെ മെയിൻ ആയിട്ട് എടുക്കുന്നത്. ഡോഗാണ് കാറ്റിനെ ചേസ് ചെയ്തത്. നേരെ തിരിച്ചു എനിക്ക് പറയാം, പൂച്ചേനെ ഞാൻ പറയാണ് മെയിൻ ക്യാരക്ടറായിട്ട് പറയുകയാണ്. ഞാൻ എന്താ പറയാ? ഞാൻ പറയും പൂച്ച പട്ടിയാൽ ചേസ് ചെയ്യപ്പെട്ടു എന്നാ പറയാം. അല്ല, പൂച്ച പട്ടിനെ ചേസ് ചെയ്തു എന്നല്ല, പൂച്ച പട്ടിയാൽ ചേസ് ചെയ്യപ്പെട്ടു എന്നാ പറയാം. അതിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് വിളിക്കുക. അത് ഇംഗ്ലീഷ് എങ്ങനെയാ പറയാ? ഇംഗ്ലീഷിൽ നമ്മൾ പറയാ കാറ്റ് ആണ് ഇവിടെ മെയിൻ അല്ലേ. ദ കാറ്റ് ചേസ് ദ ഡോഗ് എന്നല്ല, കാറ്റ് ചേസ് ചെയ്യപ്പെട്ടു എന്നല്ലേ. അതെങ്ങനെയാ പറയാ? വാസ് ചേസ്ഡ് ബൈ ദ ഡോഗ് എന്ന് പറയും. ഇതിനെ നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയാം. അപ്പൊ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ആ ആക്ഷൻ ചെയ്ത ആള്, ചേസ് ചെയ്ത ആളാണ് ഡോഗ് അല്ലേ. ഡോഗിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഡോഗ് ചേസ് ദ കാറ്റ്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ആ ചേസ് ചെയ്യപ്പെട്ട ആള് അല്ലെ, ആക്ഷൻ ആരുടെ മുകളിലാണോ ചെയ്തത് അവന്റെ പെർസ്പെക്റ്റീവ് കാര്യം പറയാണ് പാസീവ് വോയിസ്. ദ കാറ്റ് വാസ് ചേസ്ഡ് ബൈ ദ ഡോഗ്. ഇനി പരീക്ഷയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് സാറ് മനസ്സിലാക്കിയാൽ മതി. ഈ മെയിൻ ഡോഗ് എന്ന് പറഞ്ഞ ആള് ഇവിടെ അവസാനം വരികയും ആ ചേസ് ചെയ്യപ്പെട്ട ആളല്ലേ, ആക്ഷൻ ആരുടെ മുകളിലാണോ ചെയ്തത് അവൻ ആദ്യം വരികയും ചെയ്യുകയാണ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആവും ആൾക്കാർ. എന്ന് മാത്രമല്ല ഇവിടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ട് അല്ലേ. ദ ഡോഗ് ചേസ് ദ കാറ്റിനെ പാസീവ് ആക്കുമ്പോൾ ദ കാറ്റ് ചേസ് ദ ഡോഗ് എന്നല്ലോ, കാറ്റ് വാസ് ചേസ്ഡ് ബൈ ഡോഗ് എന്നല്ലേ. അപ്പൊ അതിന്റെ കറക്റ്റ് ഗ്രാമറും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. പിന്നെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അതിന്റെ അത്ര ആവശ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം. ബേസിക്കലി ആക്റ്റീവ് വോയിസിൽ എങ്ങനെ സ്ട്രക്ചർ ഉണ്ടാവുക? ദ ഡോഗ് ചേസ് ദ കാറ്റ്, ദാറ്റ് ഈസ് ഡോഗ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്, ചേസ്ഡ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് അല്ലേ, നമ്മൾ വേർബ് എന്നാണ് വിളിക്കുക. കാറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ മുകളിലാണ് ആക്ഷൻ ചെയ്തത് അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ വേർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആക്റ്റീവ് വോയിസിൽ ഉണ്ടാവുമെങ്കിൽ അത് പാസീവ് ആവുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവാം? ഒന്നുമില്ല. ഇവിടുത്തെ ഡോഗ് ഇവിടെ എന്തായി മാറും? പാസീവിലെ ഒബ്ജക്റ്റ് പോലെയായി മാറും. ഒബ്ജക്റ്റ് നമ്മൾ പറയില്ല ഏജന്റ് എന്നാണ് പറയുക. അതുപോലെ നമ്മുടെ ഒബ്ജക്റ്റായ കാറ്റ് എന്തായി മാറും? നമ്മുടെ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയി മാറും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയി മാറും, ഇവിടുത്തെ സബ്ജക്റ്റ് അവിടുത്തെ ഒബ്ജക്റ്റ് അഥവാ ഏജന്റ് എന്ന് പറയും കേട്ടോ. അതാണ് ടെക്നിക്കലി കറക്റ്റ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് ആയി മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആവും. ഇടയിലുള്ള ഈ വേർബ് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഈ വേർബ് വെറും ചേസ്ഡ് എന്ന് ഇവിടെ കൊണ്ട് എഴുതുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യും? വാസ് ചേസ്ഡ് ബൈ എന്നല്ലേ വരിക. അപ്പൊ ആ വേർബ് അവിടെ തന്നെ ഉണ്ടാവും, പിന്നെ ബൈയും കൂടി നമ്മൾ അപ്പുറത്ത് ചേർക്കും, ഇപ്പുറത്ത് നമ്മൾ വാസ് ചേർക്കും. എപ്പോഴും ഇത് വാസ് ആവണമെന്നില്ല. ബി എന്ന് പറഞ്ഞതിന്റെ പല പല രൂപങ്ങളാവാം. എന്താണ് ബീന്റെ പല പല രൂപം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പക്ഷെ മനസ്സിലാക്കാം, ബീന്റെ ഒരു രൂപമാണ് വാസ്, പിന്നെ ആ വേർബ് ഉണ്ടാവും, പിന്നെ ഒരു ബൈയും കൂടി ഉണ്ടാവും. ബൈ നിർബന്ധമാണ്. ഇതാണ് ഒരു മാറ്റം വരിക നടുവിൽ. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കൂടെ എക്സ്ചേഞ്ച് ചെയ്യും, ഇങ്ങനെ കൂടെ എക്സ്ചേഞ്ച് ചെയ്യും. ഇടയിൽ എന്ത് ചെയ്യും? ബീന്റെ ഒരു ഫോം വാസ് എന്ന് പറഞ്ഞ ഒരു ഫോം വരും, പിന്നെ വേർബ് വരും, പിന്നെ ബൈ വരും. ഇനി ഈ ബീന്റെ സാർ വാസ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല, ബീന് കുറെ ഫോമുകളുണ്ട്. ബീന്റെ കുറച്ച് ഫോമുകളാണ് ഫോംസ് ഓഫ് ബി. ആം, ഇസ്, ആർ, വാസ്, വേർ, ബി, ബിന്ന്, ബീങ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് ഈ വാസും ഈ ഇസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും മിക്ക കേസിലും പരീക്ഷയിൽ പോലും വരില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയാൽ മതി. പിന്നെ സെന്റൻസ് നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണോ വാസ് ആണോ ഇസ് ആണോ എന്നൊക്കെയുള്ള കാര്യം. മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർബിന്റെ ഏത് ഫോമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്? V3 ഫോമാണ്. സാർ എന്താ ഈ വേർബിന്റെ V3 ഫോം? മക്കളെ, വേർബിന് 3 ഫോം ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചേസ് എന്ന് പറഞ്ഞ വേർബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് V1 ഫോം ഉണ്ട്, V2 ഫോം ഉണ്ട്, V3 ഫോം ഉണ്ട്. V1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഫോം ചേസ് തന്നെയാണ്. V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഫോം ചേസ്ഡ് ആണ്. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹാസ് അല്ലെ ഹാവിൻ ചേർത്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഹാസ് ചേസ്ഡ് എന്നാണോ ഹാവ് ചേസ്ഡ് എന്നാണോ പറയാ? അല്ലെ, ഹാസ് അല്ലെ ഹാവ് ചേസ്ഡ് എന്ന് തന്നെയാ പറയാം. അപ്പൊ ഹാസ് ഹാവിന്റെ കൂടെ വരുന്ന സാധനമാണ് നമ്മൾ V3 ഫോം എന്ന് വിളിക്കുക. മിക്ക കേസിലും ഇത് രണ്ട് സെയിം ആവാനുള്ള ചാൻസ് ഉള്ളത്. ഈ ഒരു V2 V3 സെയിം ആവാനുള്ള ചാൻസ് ഉള്ളത്. ഇനി കൺഫ്യൂഷൻ ആവാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഹാസിന്റെ കൂടെ വരുമ്പോൾ അല്ലെ ഹാവിന്റെ കൂടെ വരുമ്പോൾ എന്തായിരിക്കും ആ വേർബ് വരിക എന്ന് ആലോചിച്ചാൽ മതി, കിട്ടിക്കോളും. കുറച്ചും കൂടി നോക്കാൻ വേണമെങ്കിൽ ഡാൻസ് ആണെങ്കിൽ
V1 ഡാൻസ് ആണ്, V2 V3 ഡാൻസ്ഡ് തന്നെയാണ്. ഹാസ് ഡാൻസ്ഡ് അല്ലെ ഹാവ് ഡാൻസ്ഡ് എന്ന് തന്നെ പറയാം. പ്ലേ ആണെങ്കിൽ പ്ലേ പ്ലേഡ് പ്ലേഡ്. കണ്ടോ ഞാൻ പറഞ്ഞില്ല, മിക്ക സമയത്തും ഇതെന്തായിരിക്കും സെയിം ആയിട്ട് വരിക. ക്രൈ ആണ് ക്രൈഡ് ക്രൈഡ് വരും. ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഈ V3 അങ്ങോട്ട് മാറും. ഓക്കെ, വളരെ റെയർ കേസിൽ. സിങ് V1 സിങ് തന്നെയാണ്, V2 പാസ്റ്റിൽ ഷീ സാങ് എന്നാ പറയാ. പക്ഷെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ഫോമിൽ വരുമ്പോൾ ഷീ ഹാസ് അല്ലെങ്കിൽ ദേ ഹാവ് സാങ് എന്ന് പറയില്ല, നമ്മുടെ സങ് എന്നാ പറയാം. അപ്പൊ ഇവിടെ മാത്രം V3 കേസ് എന്നാ മാറി, സങ് എന്ന് വന്നു. റൈറ്റിലും വരുന്നുണ്ട്, ഐ റൈറ്റ് പ്രസന്റ് ടെൻസിൽ, ഐ റോട്ട് പാസ്റ്റ് ടെൻസിൽ അഥവാ V2 ഫോമിൽ, V2 ഫോമിൽ ഐ ഹാവ് റിട്ടൺ എന്നാ പറയാ. അപ്പം V3 ഫോം ഇവിടെ റിട്ടൺ ആണ്. അപ്പൊ ചില കേസുകളിൽ ആ V3 ഫോം ഈ V2 ഫോമിനെക്കാളും ഡിഫറെന്റ് ആയിരിക്കും. അത് വളരെ റെയർ ആയിട്ട് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എഴുതി നോക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും. ഓക്കെ, എഴുതുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഓരോന്നിൻ്റെ. പക്ഷേ ഈ രീതിയിലാണ് V1 V2 V3 കണ്ടുപിടിക്കാൻ ഏറ്റവും ഷോർട്ട് കട്ട് ഹാവിന്റെ കൂടെ നമ്മൾ എന്തായിരിക്കും പറയാമെന്ന് ചിന്തിച്ചു വെക്കുക. അപ്പൊ എന്തെങ്കിലും കിട്ടും, അത് വെച്ചിട്ട് കൊണ്ടാക്കിയത്. അല്ലാണ്ട് എല്ലാ ലോകത്തിലുള്ള വേർഡ്സിന്റെയും V3 ഫോമും V2 ഫോമും പഠിക്കാൻ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. എഴുതി നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് സ്ട്രക്ചർ എന്നുള്ള കാര്യം മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിനി ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഓരോരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ഐഡിയ കിട്ടുക. എന്നിട്ട് പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ചോദ്യം വരും, ചേഞ്ച് ഫ്രം ആക്റ്റീവ് ടു പാസീവ് വോയിസ്. ഇപ്പൊ ഇത് ആക്റ്റീവ് വോയിസിലാണെന്നിരിക്കുന്ന പാസീവ് വോയിസിലേക്ക് മാറ്റണം. ദ ഷെഫ് കുക്സ് ദ മീൽ. ഏറ്റവും സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഇവിടെ മീലാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഷെഫാണ് നമ്മുടെ സബ്ജക്റ്റ്, കുക്ക് ചെയ്യുന്നതാണ് വേർബ്. നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യുക, മീലിനെ ആദ്യം ആക്കുക, ഷെഫിനെ അങ്ങോട്ട് ആക്കുക. അപ്പോൾ ഒറ്റയടിക്ക് മനസ്സിലാവും, ദ മീലാണ് ആദ്യം വരേണ്ടത്, ദ മീൽ നമ്മൾ ആദ്യം എഴുതുന്നു. ഷെഫാണ് അവസാനം വരേണ്ടത്, ഷെഫ് അവസാനം ഇടുന്നു. ഇടയിൽ കുക്സിന് വരെ നമ്മൾ എന്താക്കുന്നു, ദ മീൽ കുക്സ് ദ ഷെഫ് അല്ലല്ലോ. മീല് ഷെഫിനെ കുക്ക് ചെയ്യുന്ന പോലെയാണോ? അല്ല. ദ മീൽ ബീന്റെ ഫോം ഇവിടെ എന്താ വരിക, ഇവിടെ പ്രസന്റ് ടെൻസ് അല്ലേ, കുക്സ് എന്നല്ലേ. അപ്പൊ ഇസ് എന്ന് എഴുതുക. ഇസ് അല്ലേ വാസ് ആണ് മിക്ക സമയത്തും വരിക. അപ്പൊ ഇസ് എന്ന് എഴുതുക. കുക്കിന്റെ മൂന്നാമത്തെ ഫോം എന്താ, കുക്ക്ഡ് എന്ന് എഴുതുക. ബൈ ചേർക്കാൻ മക്കരുത്, കാരണം ഷെഫ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ദ മീൽ ഈസ് കുക്ക്ഡ് ബൈ ദ ഷെഫ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ദ മീൽ നിന്ന് ആദ്യം എഴുതി വെക്കുക. ദ മീൽ നിന്ന് ആദ്യം അങ്ങോട്ട് വൃത്തിയിൽ എഴുതി വെക്കുക. ദ ഷെഫ് എന്ന് അപ്പുറത്തും എഴുതി വെക്കുക. എന്നിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചാലും മനസ്സിലാവും. ദ മീൽ കുക്സ് ദി ഷെഫ് എന്തായാലും വരില്ല അല്ലെ. അപ്പം ബൈ എന്തായാലും വരണം. അപ്പോൾ ബൈ ദ ഷെഫ് വരണം. ഇനി എന്താ ആലോചിക്കേണ്ടത്, കുക്സ്. ദ മീൽ കുക്സ് ബൈ ദ ഷെഫ് എന്നായിരിക്കില്ലല്ലോ, കുക്ക്ഡ് എന്നായിരിക്കും അല്ലെ, കുക്ക്ഡ് എന്നായിരിക്കും, കുക്ക്ഡ് ബൈ ദ ഷെഫ്. ഇസ് ആണോ വാസ് ആണോ എങ്ങനെ തീരുമാനിക്കുക, അത് സിമ്പിൾ ആണ്. ഇത് കുക്സ് എന്നല്ലേ, പ്രസന്റ് ടെൻസിലല്ലേ. പ്രസന്റ് ടെൻസിലാണെങ്കിൽ നിങ്ങൾ ആൻസറിലും പ്രസന്റ് ടെൻസിൽ ആ ഇസ് ഉപയോഗിച്ചാണ്. ദ മീൽ ഈസ് കുക്ക്ഡ് ബൈ ദ ഷെഫ്. സിമ്പിൾ, ഇത്ര എളുപ്പമില്ല. അപ്പൊ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഈ റൂളൊന്നും ഇങ്ങനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കിട്ടും എളുപ്പത്തിൽ. ഇതിന്റെ വെറൈറ്റി ഞാൻ പറഞ്ഞുതരാം. ദ ഷെഫ് കുക്ക്ഡ് ദ മീൽ എന്ന് വന്നാലോ, കുക്ക്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ ഇസിന് പകരം എന്തായിരിക്കും വരിക, വാസ് ആയിരിക്കും വരിക. വേറെ വ്യത്യാസമൊന്നുമില്ല. ദ മീൽ വാസ് കുക്ക്ഡ് ബൈ ദ ഷെഫ്. അപ്പോൾ കുക്സ് എന്ന് വന്നാൽ നേരത്തെ കണ്ടപോലെ കുക്സ് എന്ന് പ്രസന്റ് ടെൻസിൽ വന്നാൽ ഇവിടെ ഇസ് വരും. പക്ഷെ അപ്പോഴും വേർബ് കുക്ക്ഡ് തന്നെയാണ് കേട്ടോ വരിക. V3 ഫോം തന്നെ ഉപയോഗിക്കുക. V3 ഫോം കുക്കിന്റെ കുക്ക്ഡ് തന്നെയാണുള്ളത്. കുക്സ് V2 കുക്ക്ഡ് ആണ്, V3 കുക്ക്ഡ് ആണ്. ഞാൻ പറഞ്ഞില്ല, മിക്ക സമയത്ത് സെയിം ആയിരിക്കും. പക്ഷെ കുക്ക്ഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നെങ്കിൽ അപ്പൊ നമ്മൾ വാസ് ഉപയോഗിക്കണം. മിക്ക സമയത്തും 90% പരീക്ഷയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മിക്ക സമയത്ത് നമ്മൾ വാസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ചോദ്യം അടുത്ത ചോദ്യം ചെയ്യും. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. വെറുതെ ആൻസർ ഇങ്ങനെ നോക്കി പോകാതെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ. ഒരു ഇമെയിൽ ഉണ്ട്, ഷീ ആണത് എഴുതിയത്. അപ്പൊ ഇമെയിൽ എന്തായാലും ആദ്യം എഴുതി വെക്കാം. അതിന് ഇമെയിൽ എന്നിട്ട് പറഞ്ഞ അവസാനം ഷീ എന്ന് എഴുതരുത്, ബൈ ഷീ എന്നാണോ. ബൈ ഷീ നമ്മൾ പറയുമോ? ഇല്ല, ബൈ ഹെർ എന്നാ പറയാം. അപ്പം ബൈ ഹെർ എന്ന് എഴുതാം. അപ്പൊ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കണം. ബൈ ഷീ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, ബൈ ഹെർ എന്നാ പറയാം. ആൻഡ് ഇമെയിൽ എന്ന് ആദ്യം വരും. ആൻഡ് ഇമെയിൽ റോട്ട് ബൈ ഹെർ എന്നല്ല വരേണ്ടത്. ഇമെയിൽ റോട്ട് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ വാസ് എന്ന് എഴുതാം. ബീന്റെ ഫോം ഇവിടെ വാസ് ആണ്. വാസ് റൈറ്റിന്റെ V2 ഫോം ആണ് റോട്ട്. V3 ഫോം ആണ് നമുക്ക് വേണ്ടത്. വാസ് V3 ഫോം റൈറ്റിന് നമ്മൾ നേരത്തെ ടേബിളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. റിട്ടൺ ബൈ ഹെർ. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം ആൻഡ് ഇമെയിൽ വാസ് റിട്ടൺ ബൈ ഹെർ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാസീവിലേക്ക് വന്നപ്പോൾ ഷീനെ നമ്മൾ ഷീനെ വരെ ഹെർ ആക്കി.
അപ്പോൾ അത് പല കേസിലും വരും. ആക്റ്റീവിൽ വരുമ്പോൾ ഐ ആണെങ്കിൽ പാസീവിൽ വരുമ്പോൾ മീ ആണ്. വാസ് റിട്ടൺ ബൈ മീ. ബൈന് കൂടെ വരുമ്പോൾ മീ എന്നാണ് വരിക. വിക്ക് പോലെ അസ്സാ വരിക, ബൈ അസ് അല്ലെ. വി എന്താണ്? പ്ലേഡ് ഫുട്ബോൾ. ദ ഫുട്ബോൾ വാസ് പ്ലേഡ് ബൈ അസ് എന്നാ വരിക, ബൈ വി എന്ന് പറയില്ല. അതുപോലെ ഹീക്ക് വരെ ഹിമ്മാണ് വരിക, ഷീക്ക് വരെ ഹെർ എന്നാ വരിക, ബൈ ഹെർ എന്നാ വരിക. ദേ ആണെങ്കിൽ ബൈ ദെം എന്നാ പറയാം, ബൈ ദേ എന്ന് പറയില്ല. യു ആണെങ്കിൽ ബൈ യു എന്ന് തന്നെയാ പറയാം. ഓക്കെ. ഇറ്റ് ആണെങ്കിൽ ബൈ ഇറ്റ് എന്നാ പറയാ. ഹൂ ആണെങ്കിൽ ബൈ ഹും എന്നാ പറയാം. ഹൂ റാങ്ക് ദ ബെൽ, ദ ബെൽ വാസ് റാങ്ക്ഡ് ബൈ ഹൂം ചോദ്യം ആയിട്ട് വരികയാണെങ്കിൽ മനസ്സിലേ. അപ്പൊ ബൈന്റെ കൂടെ വരുമ്പോൾ ഈ രീതി ചെറിയ മാറ്റം വരുന്നത്. ബൈ ഹാർട്ട് പഠിക്കണ്ട, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, യു വിൽ അണ്ടർസ്റ്റാൻഡ്. ക്വസ്റ്റ്യൻ നീ മനസ്സിലായിക്കോളും. ഓക്കെ, അങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്ക്. വീണ്ടും സിമ്പിൾ, വീഡിയോ പോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഗിറ്റാർ ആദ്യം വരും, ഐ അവസാനം വരും. ബൈ ഐ എന്ന് പറയില്ല, ബൈ മീ എന്നാ പറയാ. ബൈ മീ വരും. ഇടയിൽ എന്തായിരിക്കും വരിക? പ്ലേഡ് എന്നാണ്. അപ്പം വാസ് പ്ലേഡ് തന്നെയാണ് വരിക. കാരണം പ്ലേഡിന് വേറെ പ്ലേൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പ്ലേയോ എന്നൊന്നുമില്ല, പ്ലേഡ് തന്നെയാണ്. വാസ് പ്ലേഡ് ബൈ മീ. ദ ഗിറ്റാർ വാസ് പ്ലേഡ് ബൈ മീ, എത്ര ഉള്ളൂ എഴുതി വെക്കുക. ദ ഗിറ്റാർ വാസ് പ്ലേഡ് ബൈ മീ. ബൈ ഐ പറയരുത്, ബൈ മീ എന്നാ പറയുക. കാരണം രണ്ടാമത്തെ ടേബിൾ പറഞ്ഞില്ല, ഐക്ക് പകരം മീയാ വരാം. ബൈ ചേർക്കുമ്പോൾ മീയാ വരാം. അതിൽ സംശയം ഉണ്ടെങ്കിൽ ഇതൊന്നും എഴുതി വെച്ചോളൂ നോട്ട്ബുക്കിൽ. ഓക്കെ, അടുത്ത ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് എളുപ്പത്തിൽ കിട്ടും. ഇനി ദേ പെയിന്റ് ദ ഹൗസ് എവറി ഇയർ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പ്രസന്റില്ല. ദേ പെയിന്റഡ് ദി ഹൗസ് എന്നല്ല, ദേ പെയിന്റ് ദി ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പം പ്രസന്റിലാണ് പറയുന്നത്. അപ്പോൾ ദി ഹൗസ് ഇസ് എന്ന് പറയാം അല്ലെ. ദ ഹൗസ് ആണ് ഇവിടെ ഒബ്ജക്റ്റ്, അത് ആദ്യം വരണം. ഈസ് പെയിന്റഡ് എവറി ഇയർ ബൈ ദേ അല്ല, ബൈ ദെം. ദ ഹൗസ് ഈസ് പെയിന്റഡ് ബൈ ദെം എവറി ഇയർ എന്ന് പറയാം. കുറച്ചുകൂടി ഉചിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഇസ് പെയിന്റഡ് എവറി ഇയർ ബൈ ദെം അവസാനം വരാം. ഇത് കുഴപ്പമൊന്നുമില്ല, ബൈ ദെം എവറി ഇയർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും കറക്റ്റ് സ്ട്രക്ചർ, എളുപ്പമുള്ള, ടീച്ചറിനും മനസ്സിലാക്കാൻ പറ്റിയ, മാർക്ക് എളുപ്പത്തിൽ ഇടാൻ പറ്റിയ സ്ട്രക്ചർ ഇതിവിടെ എഴുതുക, ബൈ ദെം അവസാനം എഴുതുക. ഇങ്ങനെ എവറി ഇയർ അവസാനം എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ദ ഹൗസ് ഈസ് പെയിന്റഡ് എവറി ഇയർ ബൈ ദെം. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് എക്സാമിൽ ആക്ച്വലി വന്ന ചോദ്യം കൂടി ചെയ്യാം. അതോടെ സംഭവം സീൽഡ് ആണ്. ഹി ഓപ്പൺ ദി ഡോർ. വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്ക്. ദ ഡോർ ബൈ ഹി എന്നല്ല അവസാനം വരിക, ബൈ ഹിം എന്നായിരിക്കും വരിക. ദ ഡോർ പാസ്റ്റ് ടെൻസ് അല്ലേ, ഓപ്പൺഡ് പാസ്റ്റ് അല്ലേ. അപ്പൊ വാസ് ഓപ്പൺഡ് തന്നെ, അത്രേ ഉള്ളൂ. വാസ് ഓപ്പൺ ബൈ ഹിം, ഇത്രേ ഉള്ളൂ പരിപാടി. ദ ഡോർ വാസ് ഓപ്പൺ ബൈ ഹിം. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വലി എക്സാമിൽ വന്ന ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ചോദ്യമായിരിക്കും നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ആ കറക്റ്റ് 100% എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലോ. പിന്നെ മറ്റൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും അടിപൊളിയായിട്ട് ടോപ്പിക് വൈസ് ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ച് സൂപ്പറായിട്ട് ഇനിയുള്ള പരീക്ഷകൾക്കൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിന് ഇപ്പോൾ ഓഫർ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് പഠിച്ചുകൂടാ. സൂപ്പർ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജോയിൻ ചെയ്യാം. അപ്പോൾ റീഡ് ദ സെന്റൻസസ് ഗിവൺ ബിലോ, റീറൈറ്റ് ദ സെന്റൻസസ് ആസ് മെൻഷൻഡ്. മൈ ഫാദർ ടുക്ക് മീ ടു സ്കൂൾ. ഐ ഡാഷ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ടുക്ക് മീ ടു സ്കൂൾ അല്ലേ, ഈ മീ ആണ് ഐ ആയിട്ട് ആദ്യം വന്നിരിക്കുന്നത്. ഫാദറിനെ അവിടെ ഇടണം, ദാറ്റ് ഈസ് പാസീവ് ആക്കണം ബേസിക്കലി അല്ലേ. അപ്പൊ എങ്ങനെയാ പറയാ നമ്മൾ? ഐ ടുക്ക് ആണ് ഇവിടുത്തെ വേർബ് അല്ലേ. അപ്പൊ എന്തായാലും ഒരു കാര്യം വരും, അവസാനം ബൈ എന്താണ്? മൈ ഫാദർ എന്ന് വരിക. അത് ക്ലിയർ ആണ്. മൈ ഫാദർ ഏറ്റവും ലാസ്റ്റിലേക്ക് വരും, ബൈ മൈ ഫാദർ എന്ന് വരിക. ഇനി ഐ എന്താ വരിക? ടുക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ ഇസ് ഉപയോഗിക്കില്ല, വാസ് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞില്ല, മിക്ക എക്സാമിൽ വരുന്ന ചോദ്യങ്ങൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ വാസ് തന്നെ ആയിരിക്കും വരിക. ഐ വാസ് ടുക്ക് ടു സ്കൂൾ ആണോ? അല്ല. ഈ ടുക്ക് എന്ന് പറഞ്ഞാൽ എവിടുന്ന വരുന്നത്? ടേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് അല്ലേ. അപ്പൊ V1 ടേക്ക് ആണ്, V2 ടുക്ക് ആണ്. ഹാസ് അല്ലേ, ഹാവിന്റെ കൂടെ V3 ഫോം ടേക്കൺ ആ വരിക. ഹാസ് ടേക്കൺ അല്ലെ, ഹാവ് ടേക്കൺ എന്നാ പറയുക. അപ്പൊ ഹാസ് ടുക്ക് എന്ന് പറയില്ല. അപ്പൊ എന്താണ് ഇവിടെ വരിക? ഐ വാസ് ടേക്കൺ, പിന്നെ ടു സ്കൂൾ അവിടെ തന്നെ ചേർക്കുക, ടു സ്കൂൾ ബൈ മൈ ഫാദർ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇങ്ങനെയും പറയാം, ഐ വാസ് ടേക്കൺ ബൈ മൈ ഫാദർ ടു സ്കൂൾ എന്നും പറയാം. പക്ഷേ അത് ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ബൈ എന്ന് പറഞ്ഞ ആൾ അവസാനം വരിക. ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയിൽ ചേർക്കാത്തുള്ളൂ. അപ്പോൾ ഐ വാസ് ടേക്കൺ ടു സ്കൂൾ ബൈ മൈ ഫാദർ. ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാൻ ഞാൻ സാർ ടേക്കൺ സാറ് പറഞ്ഞാൽ ഹാസിൻ്റെ ഹാവിൻ്റെയും കൂടെ വരികയല്ലേ, ഇവിടെ വാസിൻ്റെ കൂടെ അല്ലേ വന്നത്? അത് നോക്കണ്ട.
പാസീവിൽ വരുമ്പോൾ വാസിൻ്റെ കൂടെയോ ഇസിൻ്റെ കൂടെയോ ഒക്കെ ആ V3 ഫോം തന്നെയാണ് വരിക. പക്ഷെ ചിന്തിക്കാൻ വേണ്ടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞ ഹാസിൻ്റെ ഹാവിൻ്റെ കൂടെ ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് അടുത്ത ബി പാർട്ട്? ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ എൻ്റെ ഫാദറിനെ ചാലഞ്ച് ചെയ്തു. തിരിക്കുക, എൻ്റെ ഫാദർ ആദ്യം വരണം. അത് ഫാദർ ഞാനാൽ ചാലഞ്ച് ചെയ്യപ്പെട്ടു, അതാണ് നമ്മൾ ഇംഗ്ലീഷ് എഴുതേണ്ടത്. അപ്പം മൈ ഫാദർ ആദ്യം വന്നു. ഈ ഐ എന്ന് പറഞ്ഞവൻ അവസാനം വരേണ്ടത് ബൈ ഐ എന്ന് പറയില്ല, ബൈ മീ എന്നാ വരിക. ഇടയിൽ എന്താ വരിക? ചാലഞ്ച് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം എന്തായാലും വാസ് ആണ് വരിക. മൈ ഫാദർ വാസ് ചാലഞ്ച്ഡ്. ചാലഞ്ച് തന്നെ, അത്രേ ഉള്ളൂ. ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഫോം ചാലഞ്ച് ആണ്. V2 V3 ചാലഞ്ച്ഡ് എന്നാണ്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ പരിപാടി. അങ്ങോട്ട് ചെയ്തു വെക്കുക. പരീക്ഷയിൽ വെറുതെ ഇങ്ങനെ മാർക്ക് കിട്ടും. 2 മാർക്കിനൊക്കെ ചോദ്യം വരും, ചിലപ്പോൾ 3-4 മാർക്കിന് വരാം കേട്ടോ. ഇതുപോലെ 4 വന്നു കഴിഞ്ഞാൽ 4 മാർക്കിന് വരാം, അത് വേറെ കാര്യം. ഓക്കെ, സെറ്റാണല്ലോ? ഈ ചോദ്യത്തിന് ഐ വാസ് ടേക്കൺ ടു സ്കൂൾ ബൈ മദർ, മൈ ഫാദർ വാസ് ചാലഞ്ച് ബൈ മീ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ സെന്റൻസസ് ഗിവൻ ബിലോ, നൗ റീറൈറ്റ് ദ അബോവ് സെന്റൻസ് ബിഗിനിങ് വിത്ത്. സെയിം സാധനം തന്നെ. നറേറ്റർ പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിം. ഇതാണ് നമ്മൾ റീറൈറ്റ് ചെയ്യേണ്ടത്. ഓൾ സോർട്സ് ഓഫ് ഗെയിം ആണ് ഇവിടെ ഫസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഓബ്വിയസ്ലി നറേറ്റർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്ത് ചെയ്യും? അവസാനമായിരിക്കും വരിക. എങ്ങനെ വരിക? ഓൾ സോർട്സ് ഓഫ് ഗെയിം എന്ന് പറഞ്ഞ സാധനം ഒബ്ജക്റ്റ് ഫസ്റ്റ് വന്നു, നറേറ്റർ അവസാനം എങ്ങനെ വരിക? ബൈ ദ നറേറ്റർ. ബൈ ചേർക്കണേ, മറക്കരുത്. ബൈ ദ നറേറ്റർ. അപ്പോൾ തന്നെ മാർക്ക് കിട്ടി തുടങ്ങി, മനസ്സിലേ? ഇടയിൽ എഴുതുന്നതിന് കറക്റ്റാക്കിയാൽ മതി. പ്ലേഡ് എന്നാണ്, പാസ്റ്റ് ടെൻസിലാണ് പ്ലേഡ് വരുന്നത്. അപ്പോൾ വാസ് പ്ലേഡ് എന്ന് എഴുതുക. ഓൾ സോർട്സ് ഗെയിം വാസ് പ്ലേഡ് എന്ന് എഴുതുക. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചാടിക്കർ എപ്പോഴും വാസ് ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണം, ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ് ഒക്കെ സിംഗുലർ ആണ്. ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ് എന്നാ പറയുക. ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് എന്നാ പറയുന്നത്. ഗെയിംസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പൊ കുറേ എന്നുകൊണ്ടപ്പോൾ പ്ലൂറലാണ് അവിടെ വരിക, അല്ലേ? ദേ പോലെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ വേർ പ്ലേഡ് ഇടണം. അപ്പൊ പ്ലൂറലാണെങ്കിൽ വേർ പ്ലേഡ്, ദേ വേർ, വി വേർ എന്നുള്ള രീതിയിലാണ് പറയും. അപ്പോൾ പ്ലൂറലാണ് എപ്പോഴും എന്ത് ചെയ്യണം? വേർ ചേർക്കണം. ഓക്കെ, ഈ വാസ് ചേർത്താൻ കുഴപ്പമില്ല. ഇതിനാണ് ഇറ്റ് എന്ന് കൺസിഡർ ചെയ്താൽ വാസ് എന്ന് പറയാം, ഇറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. പക്ഷേ ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറേ ഗെയിംസിൻ്റെ അറിയാം. ദേ, കുറേ ഗെയിംസിനെ ദേ എന്ന് പറയാം. മനുഷ്യന്മാരെ മാത്രമല്ല കേട്ടോ ദേ എന്ന് പറയാം, സാധനങ്ങളെയും കുറേ ഉണ്ടെങ്കിൽ ദേ എന്ന് പറയാം. അപ്പോൾ ദേ വേർ പ്ലേഡ് ബൈ ദ നരേറ്റർ എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ എപ്പോഴും വാസ് എന്ന് എഴുതുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇവിടെ ഉള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറലാണ്, നിങ്ങൾ വേർ ഉപയോഗിക്കണം, അല്ലേ? അത്രേ ഉള്ളൂ പരിപാടി. ഹി ഓൾസോ ചാൻഡഡ് ഹിസ് ഫസ്റ്റ് സോങ്. അപ്പോൾ ഹിസ് ഫസ്റ്റ് സോങ് ആദ്യം വരുന്നു. ഹി ആണ് ഇവിടെ ബൈൻ്റെ കൂടെ വരേണ്ടത്. ബൈ ഹി എന്ന് പറയില്ലല്ലോ, ബൈ ഹിം എന്നല്ലേ പറയാം. പിന്നെന്താണ്? ഹിസ് ഫസ്റ്റ് സോങ് ചാൻഡഡ് ആണ്. വാസ് ചാൻഡഡിന് പകരം ഓൾസോ ഉള്ള സ്ഥിതിക്ക് വാസ് ഓൾസോ ചാൻഡഡ് ബൈ ഹിം. ഹിസ് ഫസ്റ്റ് സോങ് വാസ് ഓൾസോ ചാൻഡഡ് ബൈ എന്ന് പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് സോങ് ഓൾസോ വാസ് ചാൻഡഡ് ബൈ ഹിം എന്നും പറയാം. എങ്ങനെ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹിസ് ഫസ്റ്റ് സോങ് വാസ് ഓൾസോ ചാൻഡഡ് ബൈ ഹിം, അല്ലെങ്കിൽ ഫസ്റ്റ് സോങ് ഓൾസോ വാസ് ചാൻഡഡ് ബൈ എന്ന് പറയാം. പക്ഷെ കുറച്ചും കൂടി കറക്റ്റ് വാസ് കഴിഞ്ഞിട്ട് ഓൾസോ വരുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ വീണ്ടും ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആകെ ഉള്ളത് എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള സാധനം ഇവിടെ കൊണ്ടുപോയി, ഇവിടെയുള്ള സാധനം ബൈൻ്റെ കൂടെ അത് കൊണ്ടുപോയി, ഇടയിലുള്ള സാധനം മാത്രം ഒന്ന് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. പ്ലൂറലൊക്കെ വരുന്നുണ്ട്, ചിന്തിക്കുക. അത് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വാസ് എന്ന് എഴുതി വായിക്കുമ്പോൾ ഓൾ സോർട്സ് ഓഫ് ഗെയിം വാസ് പ്ലേഡ്, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും കിട്ടും. അങ്ങനെയും വേണം കിട്ടും. പിന്നെ അതിൽ ഭയങ്കര ആലോചിക്കാൻ പോകേണ്ട പരീക്ഷയിലൊന്നും. കാരണം അതിപ്പോൾ വാസ് വേറും വാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ കുറേ മാർക്കൊന്നും പോകാൻ പോകുന്നില്ല, അല്ലേ? ഇപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ഇത് വരുന്നതെങ്കിൽ ഇത് 1 മാർക്ക്, ഇതൊരു മാർക്കാണെങ്കിൽ ചിലപ്പോൾ മാക്സിമം പോയാൽ 1/4 മാർക്കും എല്ലാം കട്ട് ചെയ്താൽ മാക്സിമം അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ സ്ട്രക്ചർ ആദ്യം ഇത് വരുന്നു, അവസാനം ബൈ ചേർത്ത് മറ്റേ വരുന്നത്, അതിലാണ് നിങ്ങൾക്ക് മാർക്ക് മെയിനായിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്യാം. അത് കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയൊരു ചോദ്യമാണ്. അതും കൂടി ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്? സെറ്റാണ്. ഇതാണ് ചോദ്യം. ഇതും പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട് എന്ന് മനസ്സിലാണ് നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. ഓക്കെ, ആദ്യം നമുക്കിതിന് ബി പാർട്ട് ട്രൈ ചെയ്ത് നോക്കാം. ബി പാർട്ട് സിമ്പിളാണ്. ദ മെൻ സോർട്ടഡ് അസ് ഇൻ ടു റാങ്ക്സ്. അപ്പം അസ് ആണ് ഇവിടെ ആദ്യം വരേണ്ടത്, മെൻ ആണ് അവസാനം വരേണ്ടത്. അപ്പം വി അസിന് വരും, വി ആണ് വരിക ഇവിടെ. കാരണം വി അസ് ആയെങ്കിൽ അസ് വി ആണ് കേട്ടോ, അത്രേ ഉള്ളൂ സംഭവം. അപ്പം വി ഇവിടെ അവസാനം വരേണ്ട ആരാണ്? ബൈ ദ മെൻ എന്ന് വരിക. ബൈ ദ മെൻ തന്നെ. ഇനി സോർട്ടഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. അപ്പം വി വാസ് സോർട്ടഡ് ബൈ ദ മെൻ എന്നുള്ള രീതിയിൽ ഇത് വി വാസ് സോർട്ടഡ് ഇൻ ടു റാങ്ക്സ് ബൈ ദ മെൻ, അത്രേ ഉള്ളൂ. പക്ഷെ വി വാസ് എന്ന് പറയുമോ? വി പ്ലൂറലല്ലേ, അല്ലേ?
വി ദേ ഒക്കെ പ്ലൂറലാണ്. അപ്പം വി ദേ ആറല്ലേ വേർന്നാ വരിക. ഇസും വാസും വരില്ല. വി ഇസ്ന്നോ വി വാസെന്നോ ഒന്നും പറയില്ല. വി ആർ അല്ലെ വി വേർ. അപ്പം ഇവിടെ വാസിന് പകരം ഇവിടെ വരിക എന്താ, വി വേർ എന്നുള്ള രീതിയിലാണ് വരിക. വി വേർ സോർട്ടഡ് ഇൻ ടു റാങ്ക്സ് ഇവിടെ തന്നെ വന്നോട്ടെ, ഇൻ ടു റാങ്ക്സ് ബൈ ദ മെൻ. അത്ര ഉള്ളു പരിപാടി. വി വേർ സോർട്ടഡ് ഇൻ ടു റാങ്ക്സ് ബൈ ദ മെൻ. സിമ്പിളായിട്ട് എഴുതിയൊക്കെ പരിപാടി തീർന്നു. വി വേർ സോർട്ടഡ് ഇൻ ടു റാങ്ക്സ് ബൈ ദ മെൻ. സെറ്റാണല്ലോ? ഓക്കെ, അത് സിമ്പിളായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ ഈ വാസ് അല്ല വേറെ വരുന്നുള്ളൂ. അത് സിമ്പിളാണ്. വി ആയതുകൊണ്ട് വേർന്നു. ഹി ആണെങ്കിൽ അല്ലെ ഷീ ആണെങ്കിൽ ഇറ്റ് ആണെങ്കിൽ വാസ് എന്ന് വന്നേനെ അല്ലെ. ഹി വാസ് സോർട്ടഡ് ഇൻ ടു റാങ്ക്സ് എന്ന് വരും അല്ലെ. ഷീ വാസ് സോർട്ടഡ്, ഇറ്റ് വാസ് സോർട്ടഡ്, എല്ലാം വാസ് വരിക. വിയോ ഒക്കെ ആയതുകൊണ്ടാണ്, വി ആയതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ടാണ് വേർന്ന് വന്നത്. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം വി ഹാവ് ചാൻഡഡ് അവർ ഫസ്റ്റ് സോങ്. നമുക്ക് എഴുതാൻ തോന്നുന്നത് എന്താ, അവർ ഫസ്റ്റ് സോങ്. വിക്ക് വരെ അവിടെ എന്താ ബൈ അസ് എന്ന് വരും. വിക്ക് വരും ബൈ അസ് വരും. സിമ്പിളാണ്. അപ്പോൾ അവർ ഫസ്റ്റ് സോങ് വാസ് ചാൻഡഡ്. ഫസ്റ്റ് സോങ് അല്ല, ഇറ്റ് അല്ലേ. അപ്പോൾ വാസ് മതി. വാസ് ചാൻഡഡ് ബൈ അസ് എന്ന് എഴുതാൻ തോന്നും. അത് എഴുതിയ മാർക്ക് കിട്ടില്ല എന്നല്ല, കിട്ടും. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ചാൻഡഡ് എന്ന് മാത്രമല്ല, ഹാവ് ചാൻഡഡ് എന്നുണ്ട്. അപ്പോൾ ഹാവ് ഇല്ലാതെ വി ചാൻഡഡ് അവർ ഫസ്റ്റ് സോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അവർ ഫസ്റ്റ് സോങ് വാസ് ചാൻഡഡ് ബൈ എസ് എന്ന് എഴുതിക്കും, പരിപാടി തീർക്കും. കാരണം ഇത് വെറും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ വാസ് ചാൻഡഡ് എന്ന് എഴുതി പരിപാടി തീർക്കും. പക്ഷെ ഇവിടെ ഹാവും കൂടി ഉണ്ട്. വി ഹാവ് ചാൻഡഡ് എന്ന് പറയുമ്പം ഇതിന് ടെൻസിലേക്കൊന്നും പോകുന്നില്ല. ഇത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നൊക്കെയാണ് ടെക്നിക്കലി വിളിക്കുക. അതിനൊന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചാൻഡഡ് തന്നെ, ചാൻഡഡ് ബൈ എസ്. വാസിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ബി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫോം ആണല്ലോ വാസും വേറും നമ്മൾ പഠിച്ചത്. ബീൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോമും വാസും വേറും പിന്നെ ഇസുമാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ തന്നെ വാസും വേറുമാണ് കൂടുതൽ ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ ഈ ഹാവ് പ്ലസ് ഒരു വേർബ് പോലെയൊക്കെ നമ്മുടെ ആക്റ്റീവ് വോയിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിന്നും കൂടെ ഉപയോഗിക്കും. ഓക്കെ, ഈ ബിന്നായിരിക്കും അവിടെ വരാൻ പോകുന്നത്. അതെങ്ങനെയാണ് സാർ ഉപയോഗിക്കുക പറഞ്ഞാൽ സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഇത് റെയറായിട്ട് വരുള്ളൂ, വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. വി ഹാവ് എന്ന് പറഞ്ഞിട്ട് വേർബല്ലേ വന്നത്. അപ്പോൾ നമ്മളിവിടെ ബിൻ ഉപയോഗിക്കണം. ബിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ ഹാസ് അല്ലേ ഹാവും കൂടെ ചേർക്കണം. ഹാസ് ആണോ ഹാവോ ചേർക്കുക, ആ സിമ്പിളാണ്. ആ ഒരു ഫസ്റ്റ് സോങ് ഇറ്റ് അല്ലേ, ഇറ്റാണ് വരുന്നതെങ്കിൽ ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ ഹാസ് ആണ് വരിക. അപ്പോൾ സാർ ഹാവ് എപ്പോഴാണ് വരിക, ഐ വി ദേ ആവുമ്പോഴാണ് ഹാവ് വരിക. അപ്പോൾ ഹീ ഷീറ്റാണ് ഹാസ് ബീൻ, ഐ വി ദേ ആണെങ്കിൽ ഹാവ് ബീൻ ആണ് വരിക. സോ അവർ സോങ് ഹാസ് ബീൻ, ഇറ്റ് അല്ലേ അവർ സോങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അല്ലേ, ഇറ്റ് ഹാസ് ബീൻ ചാൻഡഡ് ബൈ എസ് എന്നുള്ളതാണ് 100% കറക്റ്റ്. ഇനി അവർ ഫസ്റ്റ് സോങ് വാസ് ചാൻഡഡ് ബൈ എസ് എന്നൊക്കെ എഴുതിയാലും പരീക്ഷയിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഇതൊരു മാർക്കിനാണെങ്കിൽ 3/4 മാർക്കൊക്കെ തരും. കാരണം കുറച്ച് ട്രിക്കിയാണത്. പക്ഷേ അത് ഫുൾ മാർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റെയറാണ് ഈ ഹാവ് അല്ലെ ഹാസ് വെച്ചിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ, അത് ആക്റ്റീവ് വോയിസിൽ തന്നെ ഉണ്ടെങ്കിൽ. കാരണം ബാക്കിയുള്ള ഇതിനൊന്നും ഇല്ല, അവിടെ ഒന്നും ഇല്ല, ഹാസ് ഒന്നും ഇല്ല. അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ബീൻ വരണം. ബീൻ്റെ പുറകിൽ ഹാസ് അല്ലെ ഹാവ് ആയിരിക്കും വരിക. അത് ഈ റൂൾ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി. ഇതിനെപ്പറ്റി ഇതിനെ വെച്ചിട്ട് കൂടുതൽ ചോദ്യങ്ങളുടെ പുറകെ നമ്മൾ പോകാൻ പോകുന്നില്ല. കാരണം അതിൽ വലിയ പോയിന്റ് ഇല്ല. കാരണം അത് റെയർ ആയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ഒരെണ്ണം എല്ലാം വന്നാലേ ഉള്ളൂ. അങ്ങനെ വന്നാലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അത് ജസ്റ്റ് അവെയർ ആയിരിക്കണം. അങ്ങനെ സാധനം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ബീനും കൂടി ചേർക്കുക, ഇപ്പുറത്തെ ഹാസ് അല്ലെ ഹാവ് വേണ്ട ഉചിതമായി ചേർക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ ബാക്കിയുള്ളൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വി എന്താണ് ബൈ ഹാസ് എന്ന് വരുന്നു, അവർ ഫസ്റ്റ് സോങ് ഇവിടെ വരുന്നു, അത്രേ ഉള്ളൂ. ആ ഇടയിൽ മാത്രമുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും പരീക്ഷയിൽ ചോദ്യം വരിക. നമ്മൾ ആവശ്യത്തിന് ചോദ്യങ്ങൾ എക്സാമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലൊക്കെ വന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ ബേസ്ഡ് ഒരു ചോദ്യം പരീക്ഷയിൽ എന്തായാലും വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോളണം. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് മാത്രമല്ല ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണം. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. ഓഫർ ബേസിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.